എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അരിപ്പൊടിയും കടലയും വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നമുക്കിത് ഈവനിങ് സ്നാക്സ് ആയിട്ടും അല്ലെങ്കിൽ വെജിറ്റബിൾ കറിയോ ബീഫ് കറിയോ ചിക്കൻ കറിയുടെ കൂടെ എല്ലാം കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ആദ്യം തന്നെ ഞാനൊരു 1/4 കപ്പ് കടലയെ നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തി എടുത്തിരിക്കുന്നതാണിത്. 250 ml കപ്പിലാണ് കേട്ടോ 1/4 കപ്പ് കടല എടുത്തിരുന്നത്. സാധാ വലിപ്പമുള്ളൊരു ഗ്ലാസ്സിലാണെങ്കിൽ ഒരു 1/4 ഗ്ലാസ് നമ്മൾ കടല എടുത്താൽ മതി. ഇതുപോലെ ഒരു 8-9 മണിക്കൂർ നല്ലപോലെ തന്നെ നമ്മൾ കടലയൊന്ന് കുതിർത്തിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കുതിർത്തിയെടുത്ത് കടല വീണ്ടും നല്ലപോലെ തന്നെ കഴുകിയതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇപ്പോൾ ഒരു 1/4 കപ്പ് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് അരച്ചിട്ടെടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ നമ്മളിതൊന്ന് അരച്ചിട്ടെടുക്കണം കേട്ടോ. അരയ്ക്കുന്ന സമയത്ത് 2-3 ടേബിൾ സ്പൂൺ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലപോലെ തന്നെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരയ്ക്കുന്ന ഒരു സമയത്ത് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റാക്കി നമ്മൾ കടലൊന്ന് അരച്ചിട്ടെടുക്കുക. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിൽ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു 500 ml വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിലേക്ക് 2 ടീസ്പൂൺ അളവിൽ നമുക്ക് ചില്ലി ഫ്ലേക്സ് വറ്റൽമുളക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ചെറിയ സവാള തിരുപ്പൊടിയായിട്ട് അരിഞ്ഞിട്ടെടുത്താണ്, അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു തണ്ട് കറിവേപ്പില ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞിട്ടെടുത്താണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ ജീരകവും അയമോദകവും കൂടെ ഞാൻ മിക്സ് ചെയ്തെടുത്താണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ അയമോദകവും ജീരകവും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു വെള്ളം നല്ലപോലെ തന്നെ തിളച്ച് വരുന്നതിന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം നല്ലപോലെ തന്നെ ഒന്ന് വെട്ടി തിളച്ച് വരണം. വെള്ളം ഇതുപോലെ നല്ലപോലെ തന്നെ തിളച്ച് വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ ഒരു സെയിം കപ്പിൽ തന്നെ ഒരു 2 കപ്പ് അരിപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അരിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ വറുത്തിട്ടുള്ള അരിപ്പൊടി വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. 2 കപ്പ് അളവിൽ അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് നല്ലപോലെ തന്നെ ഒന്ന് വാട്ടി കുഴച്ചിട്ടെടുക്കുക. പൊടിയെല്ലാം ഒരു വെള്ളത്തിൽ നല്ലപോലെ തന്നെ മിക്സ് ആകുന്ന രീതിയിൽ നമ്മളൊന്ന് വാട്ടി കുഴച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ചിട്ടെടുത്ത് വെച്ചിരിക്കുന്ന കടലയുടെ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു കടലയുടെ ഒരു മിക്സും കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ നമ്മളൊന്ന് ഇളക്കിയിട്ടെടുക്കാം കേട്ടോ. കടലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ഇതുപോലെ അരിഞ്ഞിട്ടെടുത്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇതും കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇനി ഒരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ 2-3 മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് വെച്ചേക്കാം കേട്ടോ. ആ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു 3 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കറിവേപ്പില വേണമെങ്കിൽ വീണ്ടും ഇതുപോലെ കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കണം. ചെറു ചൂടോട് കൂടിയിട്ട് തന്നെ വേണം നമ്മളിത് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പത്തിരിക്കൊക്കെ നല്ല മയത്തിലൊന്ന് കുഴക്കത്തില്ലേ, അതുപോലെ തന്നെ നമ്മളൊന്ന് കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതുകൊണ്ടില്ല നല്ലപോലെ തന്നെ നല്ല മയത്തിൽ തന്നെ ഞാൻ ഈ ഒരു മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല മയത്തിൽ തന്നെ നമ്മൾ മാവൊന്ന് കുഴച്ചിട്ടെടുക്കുക. ഇനി ഈ ഒരു മാവ് ഒരു 3-4 ബോൾസ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് നമ്മളൊരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലോ ആണെങ്കിൽ നന്നായിട്ട് തന്നെ ഓയിലൊന്ന് തൂത്ത് കൊടുക്കണം, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മൾ കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് നമ്മളിത് ഒരുപാട് കട്ടി കുറഞ്ഞ് പരത്തരുത്, ചെറിയൊരു കട്ടിക്ക് വേണം നമ്മളിത് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു കട്ടിക്ക് നമ്മൾ പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു റൗണ്ട് അടപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം.
ഇത് കണ്ടില്ലേ, നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് ഈ ഒരു കട്ടിക്ക് വേണം നമ്മളിത് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ തന്നെ പരത്തിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. എല്ലാം തന്നെ പരത്തി ഇതുപോലെ റൗണ്ട് ഷേപ്പാക്കി എടുത്തതിന് ശേഷം നമുക്കിത് അപ്പം തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാവുന്നതാണ്. എണ്ണ അത്യാവശ്യം നല്ല ചൂടായിട്ട് കിടക്കുകയാണ്. ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് തന്നെ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ഒരുപാട് തീ കൂട്ടിയിട്ട് കൊടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ നമ്മളിത് നല്ലപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ചെറിയൊരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ കണ്ടില്ല, നല്ലപോലെ തന്നെ നമുക്കിതിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് എണ്ണയ്ക്കകത്ത് നിന്ന് കോരി മാറ്റിയേക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലയും അരിപ്പൊടിയൊക്കെ വെച്ചിട്ടുള്ള നമ്മുടെ ഒരു പൊരിച്ച പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചായയുടെയൊക്കെ ഇപ്പോൾ വെറുതെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്കിത് കറി ഒഴിച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെയും ചട്നിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും നമ്മുടെ വീട്ടിൽ സാധാ കാണുന്ന ചേരുവകൾ മാത്രം മതി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും. ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.